തഹാവൂർ റാണ കസ്റ്റഡിയിൽ നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അയാൾ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ NIA പറയുന്നത്. 18 ദിവസത്തെ കസ്റ്റഡി കാലയളവാണ് NIAക്കുള്ളത്. ആ കാലയളവിനുള്ളിൽ വിവിധ ചോദ്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് തഹാവൂർ റാണയോട്. പക്ഷേ ആ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ സിബി ജോസഫ് തുടരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സിബി, തഹാവൂർ റാണ ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ NIA പറയുന്നത്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ ബന്ധം, ഇന്ത്യയിൽ നിന്ന് മറ്റ് സഹായങ്ങൾ കിട്ടിയോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. 18 ദിവസം NIAയുടെ കസ്റ്റഡിയിലാണ് ഈ തഹാവൂർ റാണ ഇപ്പോൾ. 18 ദിവസം NIAയുടെ കസ്റ്റഡിയിലാണ് ഈ തഹാവൂർ റാണ ഇപ്പോഴുള്ളത്. ഇതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ചെയ്യൽ തുടർച്ചയായി നീളുകയാണ്. പക്ഷേ തഹാവൂർ റാണ ഈ ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലഷ്കർ ഇ തോയ്ബ ബന്ധം, പാക് ഭീകര സംഘടനയുമായുള്ള ബന്ധം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഇയാൾ ഈ ഒരു അന്വേഷണത്തിന് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ തഹാവൂർ റാണിയെ ഇന്ത്യയിൽ എത്തിക്കാനായത് ഒരു വലിയ വിജയം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി പിന്നീട് NIA കസ്റ്റഡിയിൽ എടുക്കുകയും 18 ദിവസത്തോളം NIAയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയുമായിരുന്നു. എന്തായാലും ഇതിന് ശേഷം ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റുള്ള നടപടിയുമായി മുന്നോട്ട് പോകുക. എന്തായാലും 18 ദിവസത്തിന് ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം. ഈ 18 ദിവസം എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂത്രധാരന്മാരിൽ ഒരാളാണ് തഹാവൂർ റാണ. അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ഹെഡ്ലി, ഈ ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിയെ ഇപ്പോഴും US തന്നെയാണ് ഉള്ളത്. ഇദ്ദേഹവുമായുള്ള ബന്ധം, ഇദ്ദേഹത്തിന് നൽകിയ സഹായം അടക്കമുള്ള ഇയാളുമായിട്ടുള്ള ബന്ധമെല്ലാം തന്നെയും കൃത്യമായി ചോദിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റേ ലഷ്കർ ഇ തോയ്ബ ഭീകരനായ സാജിദ് മീറുമായിട്ടുള്ള ബന്ധം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അതായത് ഇപ്പോൾ അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. 12ഓളം NIA ഉദ്യോഗസ്ഥരാണ് ഇയാളെ ചോദ്യം ചെയ്ത് വരുന്നത്. പക്ഷേ ഇയാൾ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, ഈ ഒരു തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനായത് വലിയ നേട്ടമായി BJP ഉയർത്തിക്കാട്ടുമ്പോൾ ഈ ഒരു കേസിലെ ഏറ്റവും മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിയാണ്. ഇയാളെ ഇതുവരെയും ഇയാൾ ഇപ്പോഴും ഈ US സുരക്ഷിതൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും, അല്ലെങ്കിൽ US നിന്നും ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിനായിട്ടില്ല. മാത്രമല്ല ഇയാളെ വിട്ടു കൊടുക്കില്ല എന്ന് US അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു നയതന്ത്ര പരാജയം തന്നെയാണ്. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് ഈ ഒരു ഹെഡ്ലി എന്ന് പറയുന്നത്. ഹെഡ്ലി പലപ്പോഴും ഈ ഇന്ത്യയിലെത്തിയും പ്രത്യേകിച്ച് കൊച്ചിയിലടക്കം എത്തിയിട്ടുണ്ട് എന്നെല്ലാം നിലയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി ഹോട്ടലുകളിൽ താമസിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും റാണയേക്കാൾ ഗുരുതരമായ കുറ്റം ചുമത്തിയിട്ടുള്ള ആളാണ് ഹെഡ്ലി. ഈ ഹെഡ്ലിയെ ഇപ്പോഴും US എത്തിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തഹാവൂർ റാണ നമുക്കറിയാം പാക് സ്വദേശിയാണ്, കനഡിയൻ പൗരത്വമുള്ള ആളാണ്. ഇയാളെ മാത്രമാണ് US ഇത്തരത്തിൽ കൈമാറിയിട്ടുള്ളൂ. പക്ഷേ അമേരിക്കൻ സ്വദേശിയായ ഹെഡ്ലിയെ, ഇതിൽ ഏറ്റവും മുഖ്യ സൂത്രധാരനായ ഹെഡ്ലിയെ എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇത് നയതന്ത്ര തരത്തിലുള്ള വലിയ വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ തഹാവൂർ റാണയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളിൽ നിന്നും പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു കൃത്യമായ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് NIA വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇയാൾ ഇനി 18 ദിവസം കസ്റ്റഡിയിലായിരിക്കും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ആവശ്യമെങ്കിൽ NIA വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടും. അതല്ലെങ്കിൽ ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന റിമാൻഡ് റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. എന്നാൽ ഇയാൾ ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിൽ NIAയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. മനു, ശരി, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിനിഷ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലി അയാളാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് എവിടെ ആക്രമണം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഹെഡ്ലിയാണ് ആ പടങ്ങളെല്ലാം ഈ ലഷ്കറിന് കൈമാറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അയാളെ ഇവിടെ കൊണ്ടുവരേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുൻപിലുണ്ട്, കേന്ദ്ര സർക്കാരിന് മുൻപിലുണ്ട്. പക്ഷേ അത് നിറവേറ്റാൻ പറ്റിയിട്ടില്ല.